ഇതെല്ലാം ഒറ്റ കോമ്പലയിൽ വരും. ആര് വന്നാൽ മഹദി വന്നാൽ ഒരു തർക്കം ഉണ്ടാവില്ല. തർക്കണ്ടായ ഓൻ കാഫറോ, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ, ഓൻ കാഫറായിരിക്കും, ഒരു തർക്കം ഉണ്ടാവില്ല. അതുവരെ പലതും പറയും, മറ്റോ അങ്ങനെയാണ്, മറ്റോ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഈക്കാണ്, പോൻ എ പി ഒക്കെ പറയും. ഏതുവരെ പറയും? മഹദി വന്നാൽ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ മഹദിൻ്റെ ആളുകളായിരിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മഹദിയും മഹദി ജനത്തിൻ്റെ കൂടെ നിൽക്കും, ജനം മഹദിയുടെ കൂടെ നിൽക്കും. മഹദിക്ക് ആയുധത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. മഹദി മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ യൂറോപ്പ് തകരും എന്ന് മുഹമ്മദ് മുസ്തഫ. മഹദിയുടെ പട്ടാളം തളർന്നിരിക്കുന്ന നേരത്ത് ദൂരെ പുഴ കാണും. ആ പുഴയ്ക്ക് നടന്നു പോകാൻ ഇവർക്ക് ക്ഷീണം കാരണം കഴിയില്ല, അത്രയും ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇമാം മഹദി പുഴയോട് പറയും, ഒന്ന് ആംഗ്യം കാണിക്കും. അപ്പോൾ പുഴ ഇങ്ങോട്ട് ഓടി വരും, പുഴ ഓടി വരും ഇവർക്ക് വെള്ളം കുടിക്കാൻ. മഹദി ഇമാമിന് വെള്ളം കുടിക്കാനുള്ള പുഴ ഇങ്ങോട്ട് ഓടി വരും. ഏതാ മുഹീദ്ദീൻമാല? മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ 14ാമത്തെ പേരക്കുട്ടിയാണ് മഹാനായ സുൽത്താനുൽ ഔലിയാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. എന്നാ രചിക്കുന്നത് 1607 AD 1607 രചിച്ചു മുഹീദ്ദീൻമാല. ഞാൻ പണ്ടൊരിക്കൽ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരുന്നു, മഹദി വന്നാൽ ഹൈന്ദവ സഹോദരങ്ങളിൽ വലിയൊരു ശതമാനം മഹദിയുടെ കൂടെ ഉണ്ടാവും. അതൊക്കെ കൃത്യമായ വർത്തമാനങ്ങൾ പറഞ്ഞതാണ്. എന്തുകൊണ്ട്? നീതി കൊടുത്ത ആരാണ് ബഹുമാനിക്കാത്തത്? ഇമാം മഹദി വന്നാൽ വലിയ ശതമാനം ക്രിസ്ത്യാനികൾ ഇമാം മഹദിയുടെ കൂടെയായിരിക്കും, വലിയൊരു ശതമാനം ഹൈന്ദവ സഹോദരങ്ങളും മഹദി ഇമാമിൻ്റെ കൂടെയായിരിക്കും. ദശാവതാരങ്ങളിലെ കൽക്കി മഹദിയാവാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എൻ്റെ പഠനം. കൽക്കി ഇപ്പോഴും വന്നിട്ടില്ല. കൽക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം മഹദി ആവാനാണ് കൂടുതൽ സാധ്യത. വളരെ ഗൗരവമായി ചിന്തിക്കണം. ആ കൽക്കി വന്നാലോ കൽക്കിയെ വേദങ്ങൾ പരിചയപ്പെടുത്തിയ ദേവദാസൻ എന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത്. അബ്ദുള്ളയാണ്, മുഹമ്മദ് ബിൻ അബ്ദില്ല. പിതാവിന്റെ പേര് പറഞ്ഞത് ദേവദാസൻ എന്ന മുഹമ്മദ് ബിൻ അബ്ദില്ല. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്. ഇസ്മുഹു ഇസ്മി വസ്മ അബീഹി ഇസ്മ അബീ എന്ന് മുഹമ്മദ് മുസ്തഫ നീതിയോടുകൂടെ നിൽക്കും. അഹ്ലുൽ ബൈത്ത് എന്ത് ചെയ്യണം? നീതിയുടെ പക്ഷത്ത് നിൽക്കണം. ജനങ്ങൾ അവരെ ബഹുമാനിക്കുകയും വേണം. എന്നാലോ എന്ന ദീനുണ്ടാവും. ബഹുമാനപ്പെട്ട ഖാജ വന്നപ്പോൾ 90 ലക്ഷം ആളുകൾ ഇന്ത്യയിൽ മുസ്ലിമായി. 10 പൈസ ഉണ്ടോ? ഇല്ല. ആയുധമുണ്ടോ? ഇല്ല. 90 ലക്ഷം ആളുകൾ ഇന്ത്യയിൽ ഖാജ വന്നപ്പോൾ മുസ്ലിമായി എന്ന് ഓക്സ്ഫോർഡിന്റെ പഠനത്തിൽ രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റിയായ ഓക്സ്ഫോർഡിന്റെ പഠനത്തിലുണ്ട് 90 ലക്ഷം ആളുകൾ മുസ്ലിമായിട്ടുണ്ട് ഖാജ വന്നപ്പോൾ. ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. 90 ലക്ഷം ആളുകൾ മുസ്ലിമായ. എന്റെ കയ്യിൽ പണമുണ്ടോ? ഇല്ല. ആയുധമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. പക്ഷേ ആ മനുഷ്യന്റെ മഹത്വത്തെ നിഷേധിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അത് ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടിയാണ്. അവരായി നിന്നാൽ അവർ ചരിത്രത്തിൽ മതിയാകും. അതുകൊണ്ട് അവർ ജീവിച്ചാലും മരിച്ചാലും അവരെ ബഹുമാനിക്കണം. അവരെ ബഹുമാനിക്കാതെ ദീനുണ്ടാവുകയില്ല. കേവലം നിസ്കരിച്ചുകൊണ്ട് ദീനുണ്ടാവില്ല. അള്ളാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കണം. അഹ്ലുൽ ബൈത്ത് അള്ളാഹുവിന്റെ അടയാളമാണ്. എന്തുകൊണ്ട്? അവർ മുസ്തഫ നബിന്റെ പേരക്കുട്ടികളാണ്. അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കലിന്റെ ഭാഗമാണ് അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കൽ. ഒരാൾ മുഹമ്മദ് മുസ്തഫയെ വിശ്വസിച്ചില്ലെങ്കിൽ, ഒരാൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിശ്വസിച്ചില്ല, നിസാരപ്പെടുത്തിയാൽ ദീനില്ല. മദീനയിലെ മുനാഫിഖീങ്ങൾ നിസ്കരിക്കും, എല്ലാ കാര്യങ്ങളും യുദ്ധത്തിൽ വരെ വരും. പക്ഷേ ലാ യുക്രിമൂന നബിയൽ മുസ്തഫ, പുണ്യ റസൂലിനെ ബഹുമാനിക്കൂല. എന്ന് മാത്രമല്ല, മുനാഫിഖീങ്ങളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. അയാൾ ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഉബ്ഉദു അന്നി യാ മുഹമ്മദേ ഒരൽപ്പം മാറി നിൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലി ഹിമാരിക റീഹൻ, നിങ്ങളുടെ കഴുതക്കൊരു വൃത്തികെട്ട വാസനയാണ്. നിങ്ങളെ കഴുതയുടെ വാസന ശരിയില്ല. ആര് പറഞ്ഞു? പള്ളിയിൽ നിസ്കരിക്കുന്ന മുനാഫിഖ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന മദീനയിലെ മുനാഫിഖ് ഹബീബായ മുഹമ്മദ്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മാറി നിൽക്ക് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലിഹിമാരിക റീഹൻ, നിങ്ങളെ കഴുതക്ക് ഒരു വൃത്തികെട്ട വാസനയാണ്. ഈ മനുഷ്യൻ മരിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞത് ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അയാൾക്ക് വേണ്ടി നിങ്ങൾ 70 വട്ടം പൊറുക്കലിനെ തേടിയാലും അള്ളാഹു അയാൾക്ക് പുറത്തു. മനസ്സിലായില്ല? ഇയാൾക്ക് നിസ്കാരല്ലേ? പറ, നിസ്കാരല്ലേ? ഉണ്ട്. നോമ്പില്ലേ? ഉണ്ട്. യുദ്ധത്തിന് പോയത് കൊണ്ടാണ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ സൂറത്തുൽ മുനാഫിഖൂൻ ഇറങ്ങിയത്. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന് പോയി വരുമ്പോഴാണ് ആ കൂട്ടത്തിൽ മുനാഫിഖുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയ സൂറത്താണ് ഏത്? സൂറത്തുൽ മുനാഫിഖൂൻ. അപ്പൊ അവർക്ക് നിസ്കാരമുണ്ടോ? ഉണ്ട്. നോമ്പുണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. എന്തില്ല? പുണ്യ റസൂലിനോട് പറ ബഹുമാനൻ, അള്ളാഹുവിന്റെ ഹബീബിനോട് അവർക്ക് ബഹുമാനൻ. അലി ബിൻ അബീ ത്വാലിബിനോട് ബഹുമാനമില്ല. മിൻ അലാമത്തിൽ മുനാഫിഖ്, മുനാഫിഖിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഒരാൾ മുനാഫിഖാണോ എന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി സഹാബികളെ കാലത്ത് എന്താ ചെയ്യാന്ന് വെച്ചെങ്കിൽ, ഒരാൾക്ക് മുനാഫിഖാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അയാൾ അടുത്ത് പോയിട്ട് അലിയാരെ എങ്ങനെ മാത്രം പറയും. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നാൽ അയാൾ ആരാ? മനസ്സിലായില്ല? മുനാഫിഖിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അയ്യുസ്ന അലിയൻ ഫയഗ്ളബ്. അലിയെ മാത്രം കേട്ട ഉടനെ അയാൾക്ക് പറ ദേഷ്യം വരും. അലി ബിൻ അബീ ത്വാലിബിനെ മാത്രം കേട്ട ദേഷ്യം വരും. എന്തുകൊണ്ട്? അലിയാരെ ബഹുമാനമില്ല ആർക്ക്? മുനാഫിഖുകൾക്ക്. ചിന്തിക്കണം. അലി ആരാ? അഖുൻ നബിയിൽ മുസ്തഫ, അൻത അഖി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സഹോദരൻ. ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞു. രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് അവിടെ വീട്ടുകാരോട് ചോദിച്ചു, ഐനാ അഖി, ഐനാ അഖി, എൻ്റെ അഖ എവിടെ, എൻ്റെ അഖ എവിടെ? അപ്പോൾ അടുക്കളയിൽ ആരോ പറഞ്ഞു, സവ്വജ്തഹു സുമ്മ ഇന്നഹു അഖുൻ, നിങ്ങളെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തില്ല നിങ്ങളെ മകളെ, പിന്നെയും സഹോദരനാണോ? ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ റസൂൽ പറഞ്ഞു, വഹുവ അഖി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സഹോദരൻ അലിയാണ്. ലാ യുഅദ്ദി അന്നി ഇല്ലാ അലി, എനിക്ക് കടം വന്നാൽ അലി അല്ലാത്തൊരാൾ വീട്ടാൻ പാടില്ല. ആരും വീട്ടരുത്. എൻ്റെ കടം ആരെ വീട്ടാവൂ? പറ. അലി മാത്രം, അലി മാത്രം. വഹുവ അഖി ഫിദ് ദുനിയ വൽ ആഖിറ, മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗല, ഞാൻ ഒരാൾക്ക് നേതാവാണെങ്കിൽ അലിയും അയാൾക്ക് നേതാവായിരിക്കണം. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ ഫലൈസ ബിമുഅ്മിൻ. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ, ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ ഫലൈസ ബിമുഅ്മിൻ, അയാൾ ആരല്ല? പറ. മുഅ്മിനല്ല, മുഅ്മിനേ അല്ല. നിസ്കാരം ഉണ്ടാവും, മുഅ്മിനല്ല. നോമ്പുണ്ടാവും, മുഅ്മിനല്ല. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ, ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ ഫലൈസ ബിമുഅ്മിൻ, അയാൾ ആരല്ല? അപ്പോൾ ആ മുഅ്മിനാണ് എന്നതിന്റെ അടയാളാണ് അയാൾക്ക് ആര് നേതാവാകണം? അലി ബിൻ അബീ ത്വാലിബ് നേതാവാകണം എന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി ലോകാവസാനം വരെ അവരെ മക്കളാണ് നമ്മുടെ നേതാക്കന്മാര്. ഒരു മുഅ്മിനാണെങ്കിൽ ആ മുഅ്മിന്റെ നേതാവ് അഹ്ലു ബൈത്താണ്. ഒരു പറഞ്ഞ അനുസരിക്കണം, അവരെ നേതാവാക്കണം, അവരെ കൂടെ നിൽക്കണം, അവരെ ശക്തിപ്പെടുത്തണം. അവർ ഉമ്മത്തിന്റെ കൂടി നിൽക്കണം. ഈ ബന്ധം ഉണ്ടെങ്കിൽ സമുദായത്തിനൊരു ചുക്കും വരില്ല. നിങ്ങളൊരു പേടി പിടിക്കണ്ട. ഈ രണ്ട് ബന്ധം ഉണ്ടായാൽ മതി. അവർ സമുദായത്തിന്റെ കൂടെ നിൽക്കുക, സമുദായം അവരെയും കൂടെ നിൽക്കുക, അവർ നീതിയുടെ പക്ഷത്ത് നിൽക്കുക. അവർക്കൊന്നും പ്രശ്നമില്ല. അവർ നീതിയുടെ പക്ഷത്തോടെ നിലകൊള്ളുക. അവർ മരിച്ചാലും അവർ ജീവിച്ചാലും ഒരുപോലെ. ഞാൻ പറഞ്ഞില്ലേ, മൂസൽ കാളിമിന്റെ മക്ബറയിൽ ഇപ്പോൾ നിങ്ങൾ പോയി നോക്കി, ഇപ്പം 5 ലക്ഷം 6 ലക്ഷം ആളുണ്ടാവും. ഇപ്പം ഉണ്ടാവും, ഈ സെക്കൻഡിലുണ്ടാവും. അള്ളാഹുവിനെ ദർജയേറ്റി കൊടുക്കട്ടെ. രാത്രി 2 മണി 12 മണി 1 മണി 2 മണി നേരത്തും അവിടെ 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം ആളുകളുണ്ട് മൂസൽ കാളിമിൻ മക്ബറയിൽ. അക്കാലത്ത് ഈ ഉപദ്രവമൊക്കെ ചെയ്ത രാജാക്കന്മാർ എവിടെയാണ് മരിച്ചു കിടക്കണമെന്ന് പോലും ആർക്കും അറിയില്ല. എന്തേ? അത് ഹബീബായ പുണ്യ റസൂൽ മുസ്തഫ തങ്ങളെ പേരക്കുട്ടികളാണ്. ഇനിയിപ്പോൾ നമ്മളൊക്കെ പല കോലത്തിലായി നടക്കും. ഒരു കൂട്ടരെ മറ്റ് ഞാൻ ഒരു പാർട്ടിൻ്റെ പേരും അറിയില്ല, ഓരോരുത്തരും ഓരോ പാർട്ടിയാണ്. ഇതെല്ലാം ഒറ്റ കോമ്പലയിൽ വരും. ആര് വന്നാൽ, മഹദി വന്നാൽ ഒരു തർക്കം ഉണ്ടാവില്ല.
തർക്കണ്ടായ ഓൻ കാഫറോ, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ, ഓൻ കാഫറായിരിക്കും, ഒരു ഇറക്കം ഉണ്ടാവില്ല. അതുവരെ പലതും പറയും, മറ്റോ അങ്ങനെയാണ്, മറ്റോ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഈക്കാണ്, പോനെ എ പി ഒക്കെ പറയും. ഒക്കെ ഏതുവരെ പറയും? മഹദി വന്നാൽ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ മഹദിൻ്റെ ആളുകളായിരിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മഹദി ജനത്തിൻ്റെ കൂടെ നിൽക്കും, ജനം മഹദിയുടെ കൂടെ നിൽക്കും. മഹദിക്ക് ആയുധത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. മഹദി മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ യൂറോപ്പ് തകരും എന്ന് മുഹമ്മദ് മുസ്തഫ. മഹദിയുടെ പട്ടാളം തളർന്നിരിക്കുന്ന നേരത്ത് ദൂരെ പുഴ കാണും. ആ പുഴയ്ക്ക് നടന്നു പോകാൻ ഇവർക്ക് ക്ഷീണം കാരണം കഴിയില്ല, അത്രയും ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇമാം മഹദി പുഴയോട് പറയും, ഒന്ന് ആംഗ്യം കാണിക്കും. അപ്പോൾ പുഴ ഇങ്ങോട്ട് ഓടി വരും, പുഴ ഓടി വരും ഇവർക്ക് വെള്ളം കുടിക്കാൻ. മഹദി ഇമാമിന് വെള്ളം കുടിക്കാനുള്ള പുഴ ഇങ്ങോട്ട് ഓടി വരും. അങ്ങോട്ട് പോണ്ട, പുഴ അങ്ങോട്ട് വരും. അത് ഭൂമിയിൽ നീതി നിറക്കുന്ന മഹാനാണ്. അഹ്ലു ബൈത്തിന്റെ ബാധ്യത അവരുടെ വല്ലിപ്പ നിറച്ചത് നീതിയാ. മനസ്സിലായില്ലേ? അവരെ പേരക്കുട്ടികൾ ഭൂമിയിൽ നടക്കേണ്ടത് നീതിയാ. അവർ ജീവിക്കുന്ന ഖുർആനാകണം. ഒരർത്ഥം അലിയാരുടെയും മക്കളുടെയും മാർഗം. അഹ്ലുസുന്നന്റെ തഫ്സീറ, ഒരു തഫ്സീർ അങ്ങനെയാണ്. മനസ്സിലായില്ല? ഒരായത്തിന് ആയിരക്കണക്കിന് തഫ്സീർ ഉണ്ടാവും. അലിയാരുടെയും മക്കളുടെയും മാർഗം. അല്ലാഹു ആ മാർഗത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ആ മാർഗത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തട്ടെ. അല്ലാഹു ആ മാർഗത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തി തരട്ടെ. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ മാർഗത്തിൽ ഉറച്ചിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് തരട്ടെ. ബഹുമാനപ്പെട്ട ഇമാമികൾ മുഴുവനും എല്ലാ ഇമാമികളും ആ പക്ഷത്താണ്. എല്ലാ ഇമാമിങ്ങളും ആ പക്ഷത്താണ് നിലകൊണ്ടത്, അഹ്ലു ബൈത്തിന്റെ പക്ഷത്ത്. അപ്പോൾ അവർ ജീവിച്ചാലും അവർ മരിച്ചാലും അവർ പ്രധാനപ്പെട്ടവരാ. ഇവിടെ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത് മരിച്ചിടക്കണത് അവരൊരു കാലഘട്ടത്തിൽ ഭൂമിയിൽ ദീൻ നടത്തിയ മഹത്തുക്കളായ സ്വാലിഹീങ്ങളാണ്. അവരെ ചരിത്രം എന്നെക്കാൾ താനൂർക്കാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയും. ഈ ചരിത്രം പഠിക്കാൻ ഇന്ന് നിങ്ങൾക്ക് എമ്പാടും സാധ്യതകളുണ്ട്. നിങ്ങളത് പഠിക്കണം, അവരെ നിങ്ങൾ സിയാറത്ത് ചെയ്യണം, അവരടുത്ത് പോയി നിങ്ങൾ ഖുർആനോടണം. അത് ബഹുമാനപ്പെട്ട മദീനയുടെ ഒരു പ്രഭയാണ്. ആ കിടക്കണമൊക്കെ ഈ കാണുന്ന മമ്പറത്ത് കിടക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്, അങ്ങനെ നാട്ടിൻ്റെ നാനാഭാഗത്തും കോഴിക്കോട്ട് കിടക്കുന്നുണ്ട്, മംഗലാപുരത്ത് കിടക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് കിടക്കുന്നുണ്ട്, എല്ലായിടത്തും അഹ്ലു ബൈത്തിന്റെ മഖ്ബറകൾ കിടക്കുന്നുണ്ട്. അവരൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇവിടെ ദീൻ നടത്തിയവരാണ്. അവരെ ബഹുമാനിക്കൽ നമ്മളെ കടമയാണ്. അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളലും നമ്മളെ കടമയാണ്. അവരെ ആക്ഷേപിക്കാതിരിക്കൽ നമ്മുടെ കടമയാണ്. അവരെ കൂടെ നിൽക്കൽ നമ്മുടെ കടമയാണ്. അവരെ പറ്റി പാട്ട് രചിക്കൽ നമ്മളെ കടമയാണ്. പാട്ട് പാടൽ നമ്മളെ കടമയാണ്. അഹ്ലു ബൈത്തിനെ പറ്റി പാട്ട് പാടുക, പാട്ട് രചിക്കുക. അതേത് കാലത്ത് ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ എത്ര മുതലാളിമാർ മരിച്ചു. ആരാ പാട്ടുണ്ടാക്കിയത്? അതേ സമയത്ത് കോഴിക്കോട്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ, അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ, എത്ര പാട്ടാണ് മലയാളക്കരയിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ വഫാത്തായിട്ട് ഇറങ്ങിയത് കയ്യും കണക്കുണ്ടോ? എന്താ അതൊക്കെ പറയുന്നത്? ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ്ന പൂക്കോയ, അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ, എത്ര പാട്ടാണ് അറിഞ്ഞത്. എന്തിന്? മഹാനായ മൗലദ്ദബീല സയ്യിദ് അലബിൽ മമ്പുറമി, എത്ര പാട്ടാണ്. പാട്ടുകാർ പാട്ട് രചിക്കും, നാട്ടുകാരത് പാടി നടക്കും. ഓരോ കാലത്തും അങ്ങനെയാണ്, എല്ലാ കാലത്തും അവരെ പറ്റി മദ്ഹുകൾ എഴുതും. ആ മദ്ഹുകൾ വീടിൽ പാട്ടും. ചിന്തിക്ക്, കോഴിക്കോട്ടെ വലിയ ഖാളി, ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഖാളിയായിരുന്നു ആര്? ബഹുമാനപ്പെട്ട മഹാനായ കോഴിക്കോട്ടെ വലിയ ഖാളി ആയിരുന്നു മുഹൈദ്ദീൻമാരെ രചിച്ചത്. ആ ഖാളി മുഹൈദ്ദീൻമാരെ രചിച്ചു. ഏതാ മുഹൈദ്ദീൻമാര്? മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ 14ാമത്തെ പേരക്കുട്ടിയാണ് മഹാനായ സുൽത്താനുൽ ഔലിയാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. എന്നാ രചിക്കുന്നത് 1607 AD 1607 രചിച്ചു മുഹൈദ്ദീൻമാര്. 1607 400 ചില്ലാനം കൊല്ലായി മുഹൈദ്ദീൻമാരെ രചിച്ചിട്ട്. എല്ലാ വീടുകളിലും പാടും. എന്തേ? അത് വലിയൊരു തങ്ങൾ പാപ്പാന്റെ മഹത്വം. ആരാണ് തങ്ങൾ പാപ്പ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഔലിയാ ഖാജ സുൽത്താനുൽ ഔലിയാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ.
അങ്ങനെ ഏത് കാലഘട്ടത്തിലും അഹ്ലു ബൈത്തിനെ പ്രശംസിച്ച് പാട്ടുണ്ടാക്കും, ബെയ്ത്തുണ്ടാക്കും, മാലപ്പാട്ടുകൾ ഉണ്ടാക്കും. ആ മാലപ്പാട്ടുകൾ ജനങ്ങൾ പാടി നടക്കും. അത് ജനങ്ങൾക്ക് വീര്യവും ഊർജവും ഉണ്ടാക്കും. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ ഫാത്തിഹ സൂറത്തിൽ ഓടും. ആ ഫാത്തിഹ സൂറത്തിലെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നതിന് ഒരർത്ഥം സിറാത്ത അലിയിൻ വ ഔലാദിഹി, അലിയാരുടെയും മക്കളുടെയും മാർഗം തിരഞ്ഞെടുക്കണം എന്നാണ്. അഹ്ലുസുന്നയുടെ മാർഗം അതാണ് അവരുടെ മാർഗം. ആ മാർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നത്, ജീവിച്ചാലും മരിച്ചാലും അവരെ വിമർശിക്കാൻ പാടില്ല, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല, അവരെ നിസ്സാരന്മാരായി കണക്കാക്കാൻ പാടില്ല. അവരെ സിയാറത്ത് ചെയ്യലും അവരുടെ മഖ്ബറയെ പൂജയെന്ന് പറയാൻ പാടില്ല. അതൊക്കെ ദുനിയാവിൽ തലതെറിച്ച് പോയവരും വലിയ വ്യത്യാസമില്ലാത്ത ഹക്കുമായി വളരെ അകന്നു പോയ ബാത്തിലിൻ്റെ അനുയായികളായ വഹാബികൾ ഉണ്ടാക്കിയ പ്രചാരണം മാത്രമാണ്. അതൊക്കെ വഹാബികളുടെ നയമാണ്. അഹ്ലു ബൈത്തിനെ നിന്ദിക്കുക, മഖ്ബറകളെ നിന്ദിക്കുക. ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്രം മഖ്ബറയാണ്. ആരുടെ? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എത്ര വട്ടം ഞങ്ങളോട് പറഞ്ഞു. അതാണ് ലോകത്തെ ഏറ്റവും വലിയ കേന്ദ്രം. അതിന് അർശിനേക്കാൾ സ്ഥാനമാണ്. ആര് കിടക്കുന്ന സ്ഥലം? മുഹമ്മദ് മുസ്തഫ. ഒരു റക്അത്ത് നിസ്കരിച്ചാലും 1,00,000 റക്അത്തിന്റെ കൂലി കിട്ടുന്ന പരിശുദ്ധ മക്ക മുസ്ലിമീങ്ങൾ ഹിജ്റ 8 പിടിച്ചടക്കിയിട്ടും ചില്ലറ ദിവസം റസൂലുള്ളാഹി മക്കത്ത് പാർത്തു. അത് കഴിഞ്ഞ് മദീനയിലേക്ക് പോന്നപ്പോൾ ഇങ്ങോട്ട് പോന്നു. എല്ലാവരും മദീനത്തേക്ക്. ഒരാളും തവാഫ് ചെയ്യാനോ നിസ്കരിക്കാനോ അവിടെ നിന്നില്ല. എന്തുകൊണ്ട്? തവാഫിന് 1,00,000 കൂലിയെങ്കിൽ മുത്തുനബിന്റെ കൂടെ പോയാൽ എത്രയാണ് കൂലി എന്ന് കണക്കാക്കാൻ കഴിയില്ല. അത്രയും വലിയ കൂലിയാണ്. ആരെ പിൻപറ്റൽ? മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? മക്കയിൽ നിന്നാ തവാഫ് ചെയ്യുക. അതിന് ആരും തവാഫിന് നിന്നില്ല. നബി നിന്നപ്പോ അവരും നിന്നു. നബി മദീനത്തേക്ക് പോയപ്പോ എല്ലാം കൂടെ പോയി. വളരെ എന്താ അതൊക്കെ ചിന്തിക്കാത്ത? എന്താ ചിന്തിക്കാത്ത? മക്കായിൽ പോയി ഹജ്ജ് ചെയ്തു മുഹമ്മദ് മുസ്തഫ ദുൽഹജ്ജിൽ. അത് കഴിഞ്ഞ് ചില്ലറ മാസം കഴിഞ്ഞപ്പോ വഫാത്തായി. മക്കയിലാണോ വഫാത്തായത്? ആണോ? അല്ല. എന്തുകൊണ്ട് അല്ല? മക്കയെ കിടന്ന് വഫാത്തായാൽ പിൽക്കാലത്ത് ആരെങ്കിലും പറയും അത് മക്കയുടെ ഷറഫാണ്. അല്ല, മദീനയുടെ ഷറഫാണ് ഏറ്റവും വലിയ ഷറഫ്. മദീനയുടെ ഷറഫാണ് ഏറ്റവും വലിയ ഷറഫ്. വളരെ ചിന്തിക്കണം. മദീനയുടെ മണ്ണിന്റെ ഷറഫ് കഅബാലയത്തിന്റെ മണ്ണിന് പോലും ഇല്ല എന്ന അഹ്ലുസുന്നയുടെ അഭിപ്രായമാണ്. എന്തുകൊണ്ട്? അവിടെ ഒരാളുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു ആ ഹബീബിന്റെ കൂടെയാകാൻ നമുക്ക് തൗഫീഖ് തരണമേ റബ്ബേ. ഞങ്ങളെ ആ കൂട്ടത്തിലാക്കണമേ റബ്ബേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്ന കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മൾ അഹ്ലുസുന്നയുടെ ആളുകളാണ്. തങ്ങന്മാരെ നിന്ദിക്കാൻ പാടില്ല, തങ്ങന്മാരെ നിസാരപ്പെടുത്താൻ പാടില്ല, അവരെ മഖ്ബറകൾ നിസാരപ്പെടുത്താൻ പാടില്ല, മഖ്ബറകളിൽ പൂജകളാണെന്ന് പറയാൻ പാടില്ല. അത് വഹാബികളുടെ നീതിയാണ്. വഹാബികൾ ഹക്കായ ദീനിൽ നിന്ന് എക്കാലത്തും ദൂരെയാണ്, എക്കാലത്തും ദൂരെയാണ്. യാതൊരു സംശയവും വേണ്ട. 82 സൂറത്തിറങ്ങിയ പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ 82 സൂറത്തിറങ്ങിയ പരിശുദ്ധമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് ഇന്ന് കക്കൂസാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. എന്താ കാരണം? അതിനോടൊന്നും അവർക്ക് യാതൊരു ബഹുമാനവുമില്ല. ഇന്ന് കക്കൂസാണ്, ഇന്ന് കക്കൂസാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് എത്ര കാലമായി ഞാൻ പറയുന്നു. നിങ്ങൾ പഠിക്കുക. 82 സൂറത്തിറങ്ങിയ വീട് ഇന്ന് കക്കൂസാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമില് 82 സൂറത്തിറങ്ങിയ സ്ഥലം ഇന്ന് കക്കൂസാണ്. എന്തേ? അത് മുത്ത് ഹക്കീം ഇബ്നു ഹിസാമിൻ്റെ കയ്യിൽ നിന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്ക് വാങ്ങി ഖദീജ ബീവിയുമായി താമസിച്ച വീടാണത്. ആ വീട്ടിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 82 സൂറത്ത് കൊടുത്ത്. ഖുർആനിലെ 114 സൂറത്തിൽ 82 സൂറത്ത് ഇറങ്ങിയത് ആ സ്ഥലത്താണ്. അത് സഫയുടെ താഴ്ഭാഗത്താണ്. വളരെ ചിന്തിക്കാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അവർ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാൻ അറിയൂല. അത്തരം ആളുകൾ തങ്ങന്മാരെയോ മഖ്ബറകളെയോ നിന്ദിക്കുന്നത് കണക്കാക്കി സുന്നികളായ ആളുകൾ പറഞ്ഞാൽ ഈമാൻ്റെ അസ്ലും അള്ളാഹു ഊരിക്കളയും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, അവരെ സിയാറത്ത് ചെയ്യുക, അവരൊന്ന് ഖുർആൻ ഓടുക, അവരെ അനാവശ്യങ്ങൾ കാണിക്കാതിരിക്കുക, അവർ ഖുർആൻ ഓടുക. അവിടെ നിന്ന് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഖുർആൻ ഓടി ദുആ ചെയ്യുക.
അവരെ ബഹുമാനിക്കുക, അവരെ കുടുംബത്തെ ബഹുമാനിക്കുക, അവരെ നിസ്സാരപ്പെടുത്താതിരിക്കുക. ഇതൊക്കെ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളുമാണ്. മലയാളക്കരക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബഹുമാനം ലോകത്തുള്ള ഏകദേശ കബീലക്കാരായ സയ്യിദന്മാരെല്ലാം മലയാളക്കരയിൽ വന്നു എന്നതാണ്. ഇവിടെ ഹസനി കബീലകളും ഹുസൈനി കബീലകളും ഉണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ബാഫഖയുണ്ട്, ബാലബിയുണ്ട്, ബുഖാരിയുണ്ട്, ഇങ്ങനെ സഖാഫ് സയ്യിദന്മാരുണ്ട്, എങ്ങനെ ഹൈദറുസി കബീലക്കാരുണ്ട്. ഏകദേശ കബീലക്കാരെല്ലാം, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള കബീലക്കാരെല്ലാം ഇന്ന് ബഹുമാനപ്പെട്ട മലയാളക്കരയിലുണ്ട്. അവർ ഈ കടപ്പുറത്തിൻ്റെ പരിസരത്തൊക്കെ കിടക്കുന്നത് കൊണ്ട് ആയിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്തൊരാപത്തൊന്നും ഈ മണ്ണിന് തരാത്തതെന്നാണ് എൻ്റെ വിശ്വാസം. സത്യത്തിൽ 5 മിനിറ്റ് കടൽ കയറിയാൽ തീരാനുള്ള സ്ഥലം മാത്രമേ കേരളമുള്ളൂ. 5 മിനിറ്റ് ഒരു സുനാമി, 5 മിനിറ്റ് വേണ്ട. 5 മിനിറ്റ് ഒന്നും സുനാമി അടിക്കേണ്ട ആവശ്യമില്ല, കേരളം തീരും. അത്ര കുറഞ്ഞ സ്ഥലമാണ് കേരളം. പക്ഷെ ഒന്നും പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ വരെ കിടക്കുന്നു, കുറച്ചപ്പുറത്ത് വേറെ കിടക്കുന്നു, അപ്പുറത്ത് ഇങ്ങനെ പോയാൽ കോഴിക്കോട് കിടക്കുന്നുണ്ട് മഹാന്മാരായ സാദാത്തുക്കൾ. അങ്ങനെ കിടക്കുന്നുണ്ട്. കാസർഗോഡ്, അതിൻ്റെ അപ്പുറത്ത് മംഗലാപുരത്ത് കിടക്കുന്നുണ്ട് മഹാന്മാരായ സാദാത്തുക്കൾ. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, സ്വഹാബത്ത്, താബിഈങ്ങളിൽപ്പെട്ട ഔലിയാക്കന്മാർ, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ, അവരൊക്കെ കിടക്കുന്ന ഈ മണ്ണിനെ അതുകൊണ്ടാണ് ഈ മണ്ണിന് ഇത്രയേറെ മഹത്വമുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് ജീവിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അഹ്ലുസുന്നയുടെ മാർഗത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കണം. അഹ്ലുസുന്നയാണ് ഹഖായ മാർഗം. ആ മാർഗത്തിൽ ഒരാൾ നന്നാക്കേണ്ടത് നിസ്കാരം നന്നാക്കേണ്ടതല്ല, ഏറ്റവും നന്നാക്കേണ്ടത് അവനവൻ്റെ അഖീദയാണ്. അഖീദ നന്നാക്കിയിട്ടില്ലെങ്കിൽ നിസ്കരിച്ചാൽ ഒരു കണക്കുമില്ല. ഏതാണ് അഖീദ? ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബു മൻസൂർ മാതുരീദി റളിയല്ലാഹു അൻഹു നിലകൊണ്ട മാർഗം അതാണ്. അശ്അരി മാതുരീദി മാർഗങ്ങൾ അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ മാർഗത്തിലാണ് ഇമാമുന ശാഫിഈ. ആ മാർഗത്തിൽ ഇമാമുന ശാഫിഈ തങ്ങളുടെ മാർഗത്തിലാണ് പിന്നെ അശ്അരി വരുന്നത്. അതേ വിശ്വാസത്തിലാണ് ഇമാം മാലിക് ബിൻ അനസ്, അതേ വിശ്വാസത്തിലാണ് അബൂ ഹനീഫ അൻ-നുഅ്മാൻ, അതേ വിശ്വാസത്തിലാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ മാർഗത്തിലാണ് പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ആ മാർഗത്തിലാണ് അഹ്മദുൽ കബീർ റിഫായി, ആ മാർഗത്തിലാണ് സുൽത്താൻ ഔലിയ സുൽത്താൻ ഹിന്ദ് ഖാജ, ആ മാർഗത്തിലാണ് മൗലദ് ദവീല, ആ മാർഗത്തിലാണ് ഇവരെല്ലാവരും വന്നത്. ആ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, ഒന്നിച്ചു നിൽക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസം നന്നാകാതെ നിസ്കാരം നന്നായിട്ട് യാതൊരു കാര്യമില്ല. നിസ്കാരം നന്നാവണം, പക്ഷെ ആദ്യം നന്നാവേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം നന്നാവാതെ നിസ്കാരം നന്നാക്കിയിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ ഒരു പുതിയ കാലമാണ്. എന്താ കാലം? ഏത് പാർട്ടി ആയാലും വേണ്ടില്ല, മുജാഹിദായാലും ജമാഅത്തായാലും ഏത് പാർട്ടി ആയാലും വേണ്ടില്ല, നിസ്കരിക്കണം. ആദ്യം അഖീദ നന്നാക്കണം. നിസ്കാരം പിന്നീട് വന്നതാണ്, ആദ്യം വന്നത് അഖീദയാണ്. ജമാഅത്ത് നിസ്കാരം വരുന്നത് പിന്നീടാണ്. ആദ്യത്തെ ജുമായിൽ മുത്തുനബി പങ്കെടുത്തിട്ടില്ല, രണ്ടാമത്തെ ജുമായിൽ മുത്തുനബി പങ്കെടുത്തിട്ടില്ല, മൂന്നാമത്തെ ജുമായിൽ മുത്തുനബി പങ്കെടുത്തിട്ടില്ല, നാലാമത്തെ ജുമായിൽ മുത്തുനബി പങ്കെടുത്തിട്ടില്ല, അഞ്ചാമത്തെ ജുമായിലും മുത്തുനബി പങ്കെടുത്തിട്ടില്ല. എന്തേ? മുത്തുനബി അന്ന് മക്കത്താ. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? അതിൻ്റെ ജുമാ മോശാന്ന് പറയല്ല, അതൊന്നും മോശാന്ന് പറയല്ല. പിന്നെ വളരെ നിങ്ങൾ ചിന്തിക്കണം, അതൊക്കെ പിന്നീട് വന്നതാ. മക്കത്ത് തുടങ്ങിയതല്ല ജുമാ, മദീനത്ത് തുടങ്ങിയതാണ്. മക്കത്ത് 13 കൊല്ലം ജുമാ ഇല്ല. ജുമാക്ക് വലിയ വിലയല്ലേ? ഉണ്ട്, പക്ഷെ അതിനേക്കാൾ വില അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഖീദക്കാണ്. ആ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മാർഗമാണ്. ഇന്നിപ്പോൾ ഒരു പുതിയ നയം രൂപപ്പെട്ടു വന്നു. മുജാഹിദായാലും വേണ്ടില്ല, ജമാഅത്തായാലും വേണ്ടില്ല, തബ്ലീഗായാലും വേണ്ടില്ല, നമ്മൾ നിസ്കരിച്ചാൽ മതി എന്നത് രീതി. അതൊക്കെ ഇക്കാലത്ത് വന്ന ഇത് ആഖിർ സമാൻ്റെ അടയാളമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആഖിർ സമാനിൽ അഖീദക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. സുന്നിയത്തിന് പുറത്തു പോകരുത്. അഹ്ലുസുന്നയാണ് നമ്മുടെ ജീവനാടി. അതിന് പുറത്ത് പോയാൽ പിന്നെ വഹാബിയോ, പിന്നെ നിരീശ്വരവാദിയോ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ പോകും. അങ്ങോട്ട് പോകരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹക്കായ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗമാണ്. ആ മാർഗത്തിൻ്റെ നേതാക്കന്മാരാണ്
ഈ പറഞ്ഞ ആളുകളെല്ലാം. ഏത് കാലഘട്ടത്തിലും അതിനെ പ്രോജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് അഹ്ലുൽ ബൈത്ത് വന്നിട്ടുള്ളത്. ആ അഹ്ലുൽ ബൈത്തിന്റെ കൂടെ നിന്ന് ഒരുമിച്ച് നിൽക്കാൻ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ തയ്യാറാകണം. സുന്നികൾ ഒന്നിച്ച് നിൽക്കണം. അതിനകത്ത് മറ്റുള്ളവരോട് യുദ്ധം ചെയ്യണം എന്നല്ല. നമ്മൾ സുന്നികളാണ്. നമുക്ക് ഇന്നത് പറ്റും ഇന്നത് പറ്റൂല എന്ന് കണ്ട പള്ളിയിലൊക്കെ കയറി നിസ്കരിക്കാൻ നമുക്ക് പറ്റൂല, കണ്ടോരൊക്കെ തുടരാൻ നമുക്ക് പറ്റൂല. നമ്മൾ സുന്നികളാണ്. എന്തുകൊണ്ട്? നമുക്ക് നിസ്കാരത്തെക്കാൾ വലിയത് അഖീദയാണ്. അഖീദ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരത്തിന് ഒരു വിലയുമില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് സുന്നിയായി ജീവിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ മക്കളെ പഠിപ്പിക്കണം. മക്കൾക്ക് ദീൻ പഠിപ്പിക്കണം. ദീൻ എന്നാൽ അഹ്ലു സുന്നത്തിന്റെ മാർഗം പഠിപ്പിക്കലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പരിപാടി അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചതിനും ഇതുവരെ ക്ഷമിച്ച് റാഹത്തോടുകൂടെ ഇരുന്നതിലും എനിക്ക് നിങ്ങളോടുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ടും പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ, ഹഖായ മാർഗത്തിൽ യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആരും പേടിക്കേണ്ടതില്ല, ആരും ബേജാറാവേണ്ടതില്ല. ലോകത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നു പോകും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളിൽ ഒതുങ്ങി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഒതുങ്ങി ജീവിക്കുക. അവനവൻ്റെ കാര്യം, പ്രത്യേകിച്ച് അഖീദ കാര്യം, മക്കളെ കാര്യം, അതൊക്കെ ശ്രദ്ധിക്കുക. നല്ലവരായി ജീവിക്കുക. നമ്മുടെ മുൻഗാമികളെ ഓർക്കുക. ആ മുൻഗാമികളെ മാർഗത്തിൽ മുന്നോട്ട് പോവുക. അല്ലാതെ കണ്ടതിൻ്റെ പിന്നാലെ നമ്മൾ ഓടിയാൽ നമ്മൾ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ വളരെ താഴ്മയോടെ എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്നത്തെ പുതിയ പരിഷ്കാര രീതികളിൽ നിന്നൊക്കെ നിങ്ങൾ മാറണം. നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിൻ്റെ ദീൻ ആയിരിക്കണം. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നമ്മൾ പരാജയപ്പെട്ട് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും അവിടെയൊക്കെ പന്ത് കളി ഉണ്ടായപ്പോൾ അതിന് പ്രാധാന്യം നൽകുകയും അതിൻ്റെ പിന്നാലെ ഓടുകയും ചെയ്ത ചെറുപ്പക്കാർ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് ഇന്ന് ഈ കാണുന്ന അതിനുവേണ്ടി കോടിയുടെ ഫ്ലെക്സും മറ്റും ചെലവഴിച്ചവർ നിങ്ങളൊന്നും വിചാരിക്കരുത്, അതൊക്കെ തെറ്റായ രീതികളാണ്. അങ്ങനെയൊക്കെ ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോടതിയിൽ നമ്മൾ പരാജയപ്പെടും. നീ ചെലവഴിച്ച ഒരു ഫിൽസിനെ കുറിച്ച് നിന്നോട് ചോദിക്കും. ഇതൊക്കെ ഗൗരവമായി മനസ്സിലാക്കണം. ഞാൻ അർജൻറ്റീനക്കാരെയോ അല്ലെങ്കിൽ ബ്രസീലുകാരെയോ ഒന്നും ആക്ഷേപിക്കല്ല. പക്ഷേ സത്യം ഞാൻ നിങ്ങളോട് പറയാണ്, ഈ പന്ത് കളിയുടെ പിരാന്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോയാൽ, ആ പിരാന്തിൻ്റെ പിന്നാലെ മുന്നോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ മാർഗം യഥാർത്ഥ മാർഗം പരിശുദ്ധ ദീനാണ്. അതിൻ്റെ വില വേറെ ഒന്നിനും കൊടുക്കരുത്. കളി അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിനൊക്കെ ഒരു പരിധിക്കപ്പുറം അതിന് പ്രാധാന്യം കൊടുക്കരുത്. ഈ കൊല്ലം നമ്മുടെ നാട്ടിൽ കണ്ടത് വളരെ വേദനാജനകമായ സാഹചര്യങ്ങളാണ്. വളരെ വേദനാജനകമാണ്. ബാല്യക്കാർ, ചെറുപ്പക്കാരൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല. അതിനിടയിലൊക്കെ മരിച്ചു പോയാൽ ആഖിബത്ത് മോശമാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് വളരെ താഴ്മയായി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്ന ചതികൾ വളരെ വലുതാണ്. നമ്മൾ ഒരു പ്രത്യേകമായ വിശ്വാസധാരയിൽ ജീവിക്കുന്ന, അടക്കി ഒതുങ്ങി ജീവിക്കുന്ന ഒരു സമുദായമാണ് നമ്മുടെ സമുദായം. അടുത്ത കാലത്ത് ദിശ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹിന്ദുക്കൾ കൂടുതലുള്ള അങ്ങാടിയും ഒരു മുസ്ലിങ്ങൾ കൂടുതലുള്ള അങ്ങാടിയും തമ്മിൽ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ കണ്ട അത്ഭുതം എന്താണ്? ഹിന്ദുക്കൾ കൂടുതലുള്ള അങ്ങാടിയാണെങ്കിൽ അവിടെ ഒരു ആവറേജ് എന്തെങ്കിലും കളിയുടെ അടയാളം ഉണ്ടായെങ്കിൽ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. മുസ്ലിങ്ങൾ കൂടുതലുള്ള അങ്ങാടിയാണെങ്കിൽ അവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ ഫ്ലക്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പാടില്ലാത്ത കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിൽസ് എന്തിനാ ചെലവഴിച്ചു എന്ന് ചോദിക്കാതെ ഒരു കാലിൻ്റെ തള്ളവരെ അങ്ങോട്ട് അനക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. ഇത് കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞാൽ കയറൂല. അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ കളിയൊക്കെ അവസാനിച്ചല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ പിന്നാലെ ഓടരുത്. നമ്മൾക്കൊരു യഥാർത്ഥ ബോധമുണ്ടാകണം. നമ്മൾ യഥാർത്ഥ ബോധത്തിൽ ജീവിക്കണം. ലോകത്തെ ഏറ്റവും വലിയ ബോധം നൽകിയ സമുദായം ഉമ്മത്ത് മുസ്ലിമത്താണ്. നമ്മുടെ നേതാക്കന്മാർ ലോകത്തെ ഏറ്റവും ബോധമുള്ള ജനതയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും ബോധമില്ലാത്ത ജനതയാണ്. ഇതൊക്കെ നമ്മൾ മാറണം. നമ്മൾ ഹക്കായ മാർഗത്തിൽ ജീവിക്കുക. നമ്മളെ മക്കളെ നമ്മൾ നന്നാക്കിയെടുക്കുക. ബാപ്പ എങ്ങനെ ജീവിച്ചോ, ബാപ്പാൻ്റെ പ്രാധാന്യം എന്തോ അപ്രകാരമായിരിക്കും മക്കളുടെയും പ്രാധാന്യം.
മക്കൾ നമ്മളിൽ നിന്ന് നല്ലത് പഠിക്കുന്ന ഒരു മാതൃക മാതാപിതാക്കളിൽ ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്നും എല്ലാവരും ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ വാഹകരായി ഹക്കായ മാർഗത്തിൽ ജീവിക്കണമെന്നും വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മോമിനിയങ്ങളെ, സാദാത്തുക്കളെയൊക്കെ സമ്മതപ്രകാരം കയ്യാണ് പൊക്കി പിടിച്ചാൽ ആ ബഹളമൊക്കെ കുറച്ച് ആ ബഹളത്തിൽ നിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആ ബഹളം വെക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ മജ്‌ലിസിലെ ദുആയിൽ പങ്കെടുക്കണം. ബഹളം കൂട്ടരുത് എന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കണം. ആ ബഹളം അവിടുന്ന് ഒഴിവാക്കുക. ബഹളം എല്ലാവരും ഒഴിവാക്കണം എന്ന് അപേക്ഷിക്കുന്നു. കൈ പൊക്കി പിടിക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة المصطفى محمد وإلى حضرات سائر أولاده وأحفاده من المؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات وإلى حضرات أصحاب المصطفى الكرام البدريين خصوصا منهم شهداء البدريين عاقلهم ورافعهم وصفوان وسعد ثم عوف ومهجع وعبيدة ومعبد وعمير وحارثة ومبشر وعمير وذي الشمالين ويزيد رضي الله عنهم وإلى حضرات سائر بدر أهل بدر الكرام والأحديين والحنينيين والخندقيين والخيبريين وسائر أصحاب النبي المصطفى محمد كلهم أجمعين. اللهم إنا نسألك بحق المصطفى وبجاه المرتضى محمد صلى الله إنا نسألك إيمانا كاملا. اللهم മനസ്സറിഞ്ഞ മീൻപറ ഈ മജ്‌ലിസിൽ ദുആക്ക് ഇജാബത്തിന് സാധ്യതയുണ്ട്. ധാരാളം അഹ്ലു ബൈത്തുള്ളൊരു മജ്‌ലിസാണ്. ഖൈറുദ്ദേശിച്ച് വന്നതാണ്. വേറൊരു ലക്ഷ്യം ആർക്കില്ല. വളരെ ഖൈറായ മജ്‌ലിസാണ്. اللهم إنا نسألك إيمانا كاملا. اللهم إنا نسألك إيمانا كاملا. اللهم إنا نسألك إيمانا كاملا ويقينا صادقا ويقينا صادقا ويقينا صادقا وعلما نافعا وعملا متقبلا وعملا متقبلا ورزقا واسعا حلالا طيبا ورزقا واسعا حلالا طيبا ورزقا واسعا حلالا طيبا وشفاء من كل داء وشفاء من كل داء وشفاء من كل داء
അല്ലാഹുവേ, ഇത് മുത്ത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ മഹത്വം പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്. ഈ മജ്ലിസിനെ നീ കബൂലാക്കണമേ റബ്ബ്. അല്ലാഹ്, നിന്റെ പൊരുത്തം, നിന്റെ മുത്ത് റസൂലുള്ളാഹിന്റെ പൊരുത്തം. ജിബ്രീൽ പോലും ആദം നബിയുടെ ജബഹത്തിൽ ഹബീബിൻ്റെ നൂറ് കണ്ടപ്പോൾ സുജൂദിൽ വീണു എന്ന് പറഞ്ഞ മജ്ലിസാണ്. മലായികത്തുൽ കിറാം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറാനിയത്തിനെ ബഹുമാനിച്ചത് പറഞ്ഞ മജ്ലിസാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരക്കുട്ടിയായ മൂസൽ ഖാലിമിൻ്റെ മഹത്വം പറഞ്ഞ മജ്ലിസാണ്. ഖാജയുടെ മഹത്വം പറഞ്ഞ മജ്ലിസാണ്. മുഹൈദ്ദിമാലൻ്റെ മഹത്വം പറഞ്ഞ മജ്ലിസാണ്. ഓരോ കാലഘട്ടത്തിലെ അഹ്ലു ബൈത്തും നീതിക്ക് വേണ്ടി അടരാടിയ ചരിത്രം പറഞ്ഞ മജ്ലിസാണ്. നീ കബൂലാക്കണമേ റബ്ബേ. ഇത് നാഫിയായ ഇൽമാക്കണമേ റബ്ബേ, നാഫിയായ ഇൽമാക്കണമേ റബ്ബേ. മനുഷ്യന്മാരെ മനസ്സിൽ നിന്ന് ഇന്നാദ്യം എടുത്തു പോകുന്നത് യഖീനാണ്. നിസ്കരിക്കും, പക്ഷേ യഖീൻ ഉണ്ടാകൂല. അഗ്നോസിസ്റ്റുകൾ നിസ്കരിക്കുകയാണെങ്കിലും അള്ളാഹിൻ്റെ കാര്യത്തിൽ സംശയം. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഹവയാണ്. അതിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. മനസ്സറിഞ്ഞാമീൻ പറയും, മനസ്സറിഞ്ഞാമീൻ പറയും. പിന്നെ നമ്മൾ നടന്നിട്ട് എന്ത് കാര്യം? ആദ്യം ബഹുമാനം പോകും, പിന്നെ ഈമാനും പോകും. അതാണ് ഇന്നത്തെ അവസ്ഥ. ഒരു കാലത്ത് ബഹുമാനുണ്ട്, ഈമാനുണ്ട്. ഇന്ന് ബഹുമാനമില്ല, ഈമാനുമില്ല. അല്ലാഹ്, ഇന്നാ നസ്അലുക ഈമാനൻ കാമിലാ, ഇന്നാ നസ്അലുക ഈമാനൻ കാമിലാ. ഈമാനില്ലാതെ ഞങ്ങളെ മരിപ്പിക്കരുത് റബ്ബേ. കാമിലായ ഈമാൻ തരണമേ റബ്ബേ, കാമിലായ ഈമാൻ തരണമേ റബ്ബേ, കാമിലായ ഈമാൻ തരണമേ റബ്ബേ. ഒരു നിരീശ്വരവാദിയുടെ പ്രസംഗം കേൾക്കരുത് കേട്ടോ. മനുഷ്യന്റെ ഹൃദയം മരുഭൂമിയിലെ തൂവൽ പോലെയാണ്. ആ പ്രസംഗം കേട്ടാൽ അവൻ എൻ്റെ ഈമാൻ കട്ടുകൊണ്ടുപോകും. നിരീശ്വരവാദിയുടെ പ്രസംഗം കേൾക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. അവൻ്റെ എഴുത്ത് വായിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. അല്ലാഹ് റബ്ബേ, ഇന്നാ നസ്അലുക ഈമാനൻ കാമിലാ. ഇന്നാ മനസ്സറിഞ്ഞ് മനസ്സിൻ്റെ വാതിൽ തുറക്ക്. ബാല്യക്കാരികൾ മനസ്സിൻ്റെ വാതിൽ തുറക്ക് റബ്ബേ. ഞങ്ങൾ കാമിലായ ഈമാൻ തരണമേ റബ്ബേ, കാമിലായ ഈമാൻ തരണമേ റബ്ബേ. വയഖീനൻ സ്വാദിഖാ, ബലിഷ്ഠമായ യഖീൻ, ഉറപ്പ്, ദൃഢമായ വിശ്വാസം, ദൃഢമായ വിശ്വാസം ഞങ്ങളെ ഖൽബിൽ തരണമേ റബ്ബേ. ബദരീങ്ങൾക്കുണ്ടായത് ദൃഢമായ വിശ്വാസമാണ്. അല്ലാഹ്, ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസം തരണമേ റബ്ബേ. വയഖീനൻ സ്വാദിഖാ, വയഖീനൻ സ്വാദിഖാ. ഒരു വാള് കേട്ടാൽ മതി. ഒരു അമലിയാത്ത് ദീനിയാത്തെ പഠിച്ചിട്ടുള്ളെങ്കിൽ അത് മതിയടാ. ഒരു 3ാം ക്ലാസ്സിൽ നിർത്തിയെങ്കിൽ മതിയടാ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ പഠിച്ച ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ. ആമീൻ. മനസ്സ് തുറന്നു പറ. 12ാം ക്ലാസ് പഠിച്ചാ പോരടാ, 3ാം ക്ലാസ് നിർത്തിയാലും കുഴപ്പമില്ല. പഠിച്ച ഇൽമു നാഫിയാകണം. ഞങ്ങളെ ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ. ഇന്ന് 12ാം ക്ലാസ് പഠിക്കും, ഈമാനില്ല. 12ാം ക്ലാസ് പഠിച്ചോള്, നിസ്കാരം നോമ്പുണ്ടായിരുന്നോള്, ഏതെങ്കിലും ഒരുത്തനെ പ്രേമിച്ചാൽ ദീനിന്റെ പരിശുദ്ധ ശിആർ വരെ വലിച്ചെറിഞ്ഞ് കുഫ്റിന്റെ പിന്നാലെ ഓടുന്ന കാലമാണ് റബ്ബേ. എന്താ പ്രശ്നം? 12ാം ക്ലാസ് ഇല്ലേ? ഉണ്ട്. ഈമാനുണ്ടോ? ഇല്ല. പഠിച്ചോനെ, എന്താ കാരണം? പഠിച്ച ഇൽമു നാഫിയായില്ല. ഞങ്ങളെ ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ. മനസ്സറിഞ്ഞ പറയാം, മനസ്സറിഞ്ഞാമീൻ പറയാം, മനസ്സറിഞ്ഞ് പറയാം. പഠിച്ചോന് ഞങ്ങളെ പഠിച്ച ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ. പഠിച്ചത് നാഫിയാക്കി തരണമേ റബ്ബേ. പഠിച്ചത് നാഫിയാക്കി തരണമേ റബ്ബേ. പഠിച്ചത് നാഫിയാക്കി. ഞാൻ എൻ്റെ മകളോട് ഇന്നലെ പറഞ്ഞു, കുറെ മദ്രസ പഠിക്കല്ലടി വേണ്ടത്, വയല് കേട്ടാലോ ഇൽമുണ്ടാവും. ഉള്ള ഇൽമു നാഫിയാകണം. അള്ളാഹിനെ യഖീൻ ഉണ്ടാകണം. മുത്തുനബിയോട് അതിരറ്റ സ്നേഹം ഉണ്ടാകണം. അവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. മുത്ത് മുഹമ്മദ് മുസ്തഫ മുത്തുനബിയോട് അതിരറ്റ സ്നേഹം വേണം. മുത്തുനബിയെ സ്നേഹിക്കാണ് 12ാം ക്ലാസ് പഠിച്ചിട്ട് എന്താണ് കാര്യം? അല്ലാഹ്, ഞങ്ങളെ ഇൽമു നാഫിയാക്കി തരണമേ റബ്ബേ.